എൻ്റെ ഇവിടെ നിന്ന് പേപ്പറൊക്കെ വായിക്കാണ് കേട്ടാ. പേപ്പറിലാണെങ്കിൽ ഇഷ്ടംപോലെ ന്യൂസൊക്കെ ഉണ്ട്. അതിൽ ഞാൻ ഒരു ന്യൂസ് വായിച്ചു നോക്കി. ആ ന്യൂസ് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. വേറൊന്നുമല്ല, നമ്മുടെ ലോസ് ആൻഡോസ് പോലീസിൻ്റെ ചീഫില്ലേ, അവൻ്റെ വീട്ടിൽ ഒരു സീക്രട്ട് ബേസ് ഉണ്ട്. നിങ്ങളപ്പോൾ വിചാരിക്കും, ഓ സീക്രട്ട് ബേസാ, അതിപ്പോൾ വലിയ സംഭവമൊന്നുമല്ലല്ലോ എന്ന്. ആ ശരിയാണ്, സീക്രട്ട് ബേസ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷേ ഈ സീക്രട്ട് ബേസിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ എൻട്രൻസ് ഇല്ലേ, എൻട്രൻസ് വരുന്നത് ടോയ്ലറ്റ് സീറ്റിൻ്റെ അവിടെയാണ്. യെസ്, നമ്മുടെ ടോയ്ലറ്റിൽ ഒരു ഓട്ട ഉണ്ടാവില്ലേ, അതാണ് അതിൻ്റെ എൻട്രൻസ്. ഇനിയിപ്പോൾ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഏതായാലും അത് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് ആ സീക്രട്ട് ബേസിൻ്റെ അകത്ത് കയറി നോക്കി നോക്കാം. ഒന്നാമത്തെ കാര്യം, ആ സീക്രട്ട് ബേസ് വരുന്നത് പോലീസ് ചീഫിൻ്റെ വീട്ടിലാണ്. അതുകൊണ്ട് സംഭവം ഇച്ചിരി റിസ്ക്കിയാണ്. നോക്കിയും കണ്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ നേരെ ജയിലിലേക്ക് പോവും. ഇനിയിപ്പോൾ ആ സീക്രട്ട് ബേസിൻ്റെ അകത്ത് എന്തുട്ടുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടാ. ചിലപ്പോൾ ഇഷ്ടം പോലെ ക്യാഷാ ഗോൾഡാ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാവും പോലീസ് ചീഫ് ആ സീക്രട്ട് ബേസ് പണിതുണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഷിൻചാനും പിൻചാനും ടി വി ആണുണ്ട്. ഏയ് ഇതെന്തത്, ഞാൻ വരുമ്പോഴേക്കും ടി വി ഓഫാക്കിയേ. എടാ ഷിൻചാനെ പിൻചാനെ, നിങ്ങളൊന്നിട്ടാ കാണണ്ടായിരുന്നേ. ഞാൻ വന്നപ്പോഴേക്കും ടി വി ഓഫ് ചെയ്തല്ലോ, സത്യം പറ. ഒന്നുമില്ലണ്ണ, നമ്മള് ജസ്റ്റ് കൊച്ചു ടി വി കാണായിരുന്നു. കൊച്ചു ടി വിയാ? ഏയ് കൊച്ചു ടി വി ആവാൻ വഴിയില്ല. നിങ്ങൾ വേറെ എന്തോ ഇരുന്ന് കാണായിരുന്നു. കൊച്ചു ടി വി ഞാനും പണ്ട് കുറേ കണ്ടിട്ടുള്ളതാ. സത്യം പറ, നിങ്ങൾ ഏത് ചാനലാണ് കാണണ്ടായിരുന്നേ? ഒന്നുമില്ലണ്ണ, നമ്മള് കൊച്ചു ടി വി ആയിരുന്നു കാണണ്ടായിരുന്നേ, സത്യായിട്ടും. ശരി. കൊച്ചു ടി വി അല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്തെങ്കിലും ആട്ടെ, ഞാനിപ്പോൾ ഏതായാലും പുറത്തേക്ക് കറങ്ങാൻ പോവാ. നിങ്ങൾ വരണ്ട? ആ നമ്മളുണ്ട്. നമ്മള് വരാണ്ടിരിക്കോ? എന്താ പിന്നെ വേഗം വായോ, നമുക്കിന്ന് പോലീസ് ചീഫിൻ്റെ വീട്ടിലേക്ക് പോവാം. പോലീസിന്റെ വീട്ടിലേക്കാ? എന്തിനപ്പോ പോലീസിന്റെ വീട്ടിലേക്ക് പോണേ? അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി അടിച്ചു മാറ്റണ്ട? ഏയ് വണ്ടി അടിച്ച് മാറ്റാനൊന്നുമല്ല. അവിടെ ഒരു സീക്രട്ട് ബേസ് ഉണ്ട്. ആ സീക്രട്ട് ബേസ് കാണാൻ പോവാ. ആ സീക്രട്ട് ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെയല്ല. അതിൻ്റെ എൻട്രൻസ് വരുന്നത് ടോയ്ലറ്റ് സീറ്റിന്നാ. ഏ ടോയ്ലറ്റ് സീറ്റാ? അതെങ്ങനെയാ ടോയ്ലറ്റ് സീറ്റിൽ നിന്ന് സീക്രട്ട് ബസ്സിലേക്ക് പോണേ? ഇതെന്തോ ഉടായിപ്പോവും. എടാ പിഞ്ചനെ, ഇത് ഇന്ത്യയോ ജപ്പാനോ ഒന്നുമല്ല, ഇത് ലോസ് ആൻഡോസാ. ഇവിടെ പലതും സംഭവിക്കും. എനിക്കിപ്പോൾ ഏതായാലും അങ്ങോട്ട് പോയേ പറ്റൂ. എൻ്റെ പിന്നിലുള്ള സീക്രട്ട് എന്താണെന്ന് എനിക്ക് അറിയണം. ഒന്നാമത്തെ കാര്യം, ആ പോലീസ് ചീഫിൻ്റെ വീട് എവിടെയെന്ന് എനിക്കറിയില്ല. ആദ്യം ആ പോലീസ് ചീഫിൻ്റെ വീട് എവിടെയെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ആ സീക്രട്ട് ബേസ് ചെക്ക് ചെയ്യാനായിട്ട്. അല്ല, അണ്ണന് ഈ കാര്യം ആരാ പറഞ്ഞെന്ന്? ഞാൻ രാവിലെ ന്യൂസ് പേപ്പർ വായിച്ചു നോക്കിയപ്പോൾ അതിൽ കണ്ടതാ. അത് ശരി, ന്യൂസ് പേപ്പറിൽ നോക്കിയതാ. എന്നാ പിന്നെ അത് ഫേക്കാവും. ന്യൂസ് പേപ്പറിൽ എല്ലാ കാര്യങ്ങളും ശരിയാവാറില്ല. എന്തുട്ടായാലും നോക്കി നോക്കാം. ഇനിയിപ്പോ അവിടെ സീക്രട്ട് ബസ് ഉണ്ടെങ്കിലോ? ആടെ ഷിൻചാനെ, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ വീട് എവിടെയെന്ന് കണ്ടുപിടിക്കണം. ആ വീട് എവിടെയെന്ന് കണ്ടുപിടിച്ചാലേ സീക്രട്ട് ബേസും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അണ്ണാ, എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് ചോദിച്ചു നോക്കാം, പോലീസ് സ്റ്റേഷന്റെ വീട് എവിടെയെന്ന്. അത്യാവശ്യമായിട്ട് കാണാനൊന്നും കൂടി പറയാം. ചിലപ്പോൾ അവർ പറഞ്ഞെന്നല്ലോ. ആടെ ഷിൻചാനെ, അത് ശരിയാ. പോലീസ് ചീഫിൻ്റെ വീടല്ലേ, അവർക്ക് എന്തായാലും അറിയാം. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു പോലീസുകാരോട് ചോദിച്ചു നോക്കാം. അവരെന്തായാലും പറഞ്ഞുതരും എന്ന് വിചാരിക്കണു. അല്ല, ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാ? ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ? ഇവിടെ ഇഷ്ടംപോലെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ വൈൻവുഡിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, മെയിൻ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് ലോസ് ആൻഡോസിലെ മെയിൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം, അതായിരിക്കും നല്ലത്. ഇവിടെ നിന്ന് നേരെ പോയാൽ മതി. ഈ ട്രക്കുകാരൻ എന്തുട്ട് കാണിക്കണേ? നാട് റോട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയേക്കണ്. നമുക്ക് ഇവിടെ നിന്ന് സൈഡ് എടുത്ത് പോവാം. അയാൾ എന്തിനാണ് വണ്ടി നിർത്തിയത്? ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ലോസ് ആൻഡോസിലെ മെയിൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഈ കാണുന്ന വണ്ടിയില്ലേ, അത് നമ്മൾ എവിടെ നിന്നും അടിച്ചു മാറ്റിയതാ. സംഭവം നൈസ് വണ്ടിയാ, വലിയ സൺറൂഫൊക്കെ ഉണ്ട്. ആ സൺറൂഫ് പക്ഷേ തുറക്കാനൊന്നും പറ്റില്ല കേട്ടാ, അത് വെറുതെ ഭംഗിക്ക് വെച്ചേക്കണതാ. പിന്നെ അത് ഒരു 4x4 SUV കൂടിയാണ്. വണ്ടിയുടെ വിശേഷം നമുക്ക് പിന്നെ പറയാം. അല്ല, നമ്മളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോലീസ് ചീഫിൻ്റെ വീട് എവിടെയെന്ന് അറിയാനായിട്ട്. ഇവിടെ പോലീസുകാരെയൊന്നും കാണാനില്ലല്ലോ. ഇവിടെ മുമ്പിൽ കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ സാറുമാരോട് ചോദിച്ചു നോക്കാം. ഹലോ സാറേ, അതെ, ഈ പോലീസ് ചീഫിൻ്റെ വീട് എവിടെയെന്നറിയോ?
ആവോ എനിക്കറിയില്ല. അറിയില്ലെന്നാ? അതൊന്നിട്ട് വർത്താൻ്റെ. ഒരു മിനിറ്റ്, ഈ സാറിനോട് ചോദിച്ചു നോക്കാം. ഹലോ സാറേ, അതെ, ഈ പോലീസ് ചീഫിൻ്റെ വീട് എവിടെയെന്നറിയോ? അല്ല, അതിന് നീ ഏതാ? നീ ഇപ്പം എന്തിനാ അതൊക്കെ അറിയണേ? ഒന്നുമില്ല, എനിക്ക് സാറിനെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമായിരുന്നു, അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ സാറ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് വരും, അന്നേരം കാണാം. അല്ലാണ്ട് സാറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പെർമിഷൻ ഇല്ല. അത് ശരി, എന്നാൽ പിന്നെ ഓക്കെ. ആ സാറ് പോയി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞാനൊന്നിട്ട് ചെയ്യാനാ? എനിക്ക് ആ സാറിൻ്റെ വീട്ടിലേക്ക് പോവുക വേണ്ട. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സാറ് നിൽക്കുന്നുണ്ട്. ഹലോ സാറേ, സാറിൻ്റെ പോലീസ് ചീഫിൻ്റെ വീട് എവിടെയെന്നറിയോ? ആ അറിയാലോ. അതിപ്പോൾ ഞാൻ എന്തിനാ നിന്നോട് പറയണേ? ഇറങ്ങി പോടാ. ആണോ? എന്നാൽ ശരി, ഞാനത് പോവാണ്. ഇവിടെ ഇനി നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. എടാ ഷിൻചാനെ, പിൻചാനെ, വാടാ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഈ പോലീസുകാരോട് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണിപ്പാളൂ. അവന്മാരെന്നെ പിടിച്ച് അകത്തിടും. അതിപ്പോൾ ഏതായാലും വേണ്ട. എടാ വേഗം വണ്ടിയിൽ കയറടാ, എത്ര നേരം വേണം? ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ആ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക?